ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് ഒരു സ്പെഷ്യലായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോയിട്ട് കാണുന്നത്. അപ്പോൾ അതിനൊരു സ്പൂൺ ഓട്സ് എടുത്തിട്ടുണ്ട്, ഒരു മുട്ടയും പിന്നെ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ള കേട്ടോ. ഗോതമ്പ് പൊടിയും കൂടി എടുത്ത് പിന്നെ അതിൻ്റെ അകത്തോട്ട് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, ഒരു നുള്ള മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് ഒരു 3 സ്പൂൺ പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണത്. ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തോട്ട് പിന്നെ ഒരു ക്യാരറ്റും കൂടി നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. ചെറിയ കഷ്ണമൊന്നും ആക്കണ്ട, മിക്സിയിലൊന്ന് നമുക്ക് അടിച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ട് വലിയ കഷ്ണമാക്കിയിട്ടാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ചെറിയൊരു ജാറിൻ്റെ അകത്തോട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് അടിച്ചെടുത്ത് നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട് സാധനം. അപ്പോൾ ഇനിയിപ്പോൾ അപ്പം ഉണ്ടാക്കണം. ഇത് ദോശയും ചപ്പാത്തിയും ഒന്നുമല്ല, ഇതൊരു വട്ടത്തിലൊരു അപ്പം പോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ പാനിൻ്റെ അകത്തോട്ട് ഇത്തിരി നെയ്യൊക്കെ തടകി വെച്ചും അതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കണം. 5 മിനിറ്റ് അടച്ചു കഴിയുമ്പോൾ ഒരു ഭാഗം നന്നായിട്ട് വെന്ത് കിട്ടും. അങ്ങനെ തിരിച്ചും മറിച്ചു വിട്ട് ഇതായി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്തേക്കണേ.